ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സംഭവബഹുലമായിട്ടുള്ള 2025 ഈ വർഷം നമ്മിൽ നിന്നും കടന്നു പോകുന്നു. എന്തെല്ലാം മാറ്റങ്ങൾ നമ്മുടെ ആത്മീയ ഭൗതിക ജീവിതത്തിൽ കൈവരിക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ വർഷത്തെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യം. മുൻ വർഷങ്ങളേക്കാൾ എത്രത്തോളം പുരോഗതി വ്യക്തി ജീവിതത്തിൽ കൈവരിച്ചു എന്നുള്ള ഒരു പുനർവിചിന്തനം 2026 നാം സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ സുവിശേഷത്തിൽ എത്രത്തോളം ആഴമായി ആത്മാവിൻ്റെ അഭിഷേകത്തിൽ ജീവിക്കുവാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് ഇന്നിൻ്റെ സുവിശേഷം നമ്മെ പഠിപ്പിച്ചു തരിക. ആദിയിലെ ഉണ്ടായിരുന്ന വചനം, ദൈവത്തോടുകൂടി ആയിരുന്ന വചനം, ദൈവം തന്നെയായ വചനം, അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ പ്രകാശമായി കടന്നു വന്ന വചനം. പ്രകാശത്തെ ഇല്ലായ്മ ചെയ്യുവാൻ അന്ധകാരത്തിന് സാധിച്ചില്ല, എന്നാൽ അന്ധകാരത്തെ ഉന്മൂലനം ചെയ്യുവാൻ പ്രകാശത്തിന് സാധിച്ചു. ഈ പ്രകാശമാണ് ജീവനും സത്യവും വഴിയുമായിട്ടുള്ള വചനം. ആകയാൽ പ്രിയമുള്ളവരെ, 2025 ഒത്തിരി ദുഃഖങ്ങളും വേദനകളും പ്രതിസന്ധികളും ചുറ്റുപാടുകളിൽ സംഭവിച്ചുവെങ്കിലും എൻ്റെയോ നിൻ്റെ ജീവിതത്തിൽ അതനുവദിക്കാതെ കാത്തു സൂക്ഷിച്ച ദൈവത്തിന് നന്ദി അർപ്പിക്കാം. എപ്പോഴും വിശ്വസ്തയോടുകൂടെ മുന്നേറുവാൻ തക്കവണ്ണം ഈ പ്രകാശമായ ദൈവത്തിൽ ചരിച്ച് ഈ അന്ധകാരമായ ലോകത്തിൽ സത്യത്തിന് സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടത്ര ശക്തിയും ഊർജവും അവിടുന്ന് പ്രദാനം ചെയ്യട്ടെ. ഒരു പുതുവർഷത്തിനായി പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ഭാവുകങ്ങളെ ഏവർക്കും നേരുന്നു. ആമേൻ.